ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലോട്ട് പോവുകയാണ്. വെയിറ്റിംഗ് ടൈം വരച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളത് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ സമ്മർ വെക്കേഷനാണ് അമ്മൂസിന്. അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. ഈ പ്രാവശ്യം പോകാൻ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നമ്മളത് എങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. പിന്നെ സ്വിറ്റ്സർലൻഡിൽ പറയാമല്ലോ ഭയങ്കര ചൂടാണ് കേട്ടോ. യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഭയങ്കര ചൂടാണല്ലോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അതുകൊണ്ട് നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് ഇരട്ടിയാണ് കേട്ടോ. ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ളൊരു സംഭവം കൂടെ ഉള്ളതുകൊണ്ട് അവിടെ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനത്തെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ടിഷ്യൂവും സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത്രയും സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടല്ലോ ഫ്ലൈറ്റിൽ. അതുകൊണ്ട് നമ്മളിത് സിനിമയും ഗെയിംസൊക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ ഫ്ലൈറ്റിൽ. അങ്ങനെ ഫ്ലൈറ്റിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാനുള്ള പ്ലാനിലാണ്. കുറേ സീറ്റ്സൊക്കെ വേക്കൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് നമുക്ക് സൗദിയിൽ നിന്നാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള ഫ്ലൈറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ കുറേ സീറ്റ്സ്, ഒരുപാട് സീറ്റ് ഫ്രീ ആയിട്ട് ഉള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നാട്ടിൽ പോകാനായിട്ട്, എല്ലാവരെയും കാണാൻ വേണ്ടി. അടുത്തോ ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ഇത്രയും ദൂരമുള്ള യാത്ര ഭയങ്കര നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും കേട്ടോ. പിന്നെ ഇങ്ങനെ സ്ക്രീനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. അമ്മ കുറച്ച് നേരം ഇരുന്ന് കളർ ചെയ്തു, വരച്ചു. പിന്നെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. സൗദിയിലാണ് ലാൻഡിങ്. അപ്പോൾ നമ്മൾ ഏകദേശം ലാൻഡൊക്കെ ചെയ്യാറായിട്ടുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് തന്നെ വ്യൂസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വ്യൂസൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ലേ ഓവർ ഒരു 3 hours സൗദിയിലുള്ളത്. അതുകൊണ്ട് അത്ര പ്രശ്നമില്ല, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3 hour നമുക്ക് ലേ ഓവർ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓക്കെ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് എൻ്റെ ഫ്ലൈറ്റ് യാത്ര നൈറ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴൊരു വ്യൂ ഏകദേശം ഇത് തന്നെയായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടാലും എനിക്ക് ആ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റിൽ പോയ ആ ഒരു സംഭവം എപ്പോഴും ഓർമ്മ വരും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് നൈറ്റിൽ ഈ ഒരു വ്യൂ കാണാൻ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഞാനങ്ങനെ ഒരുപാട് ക്ലിപ്പിങ്സ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. ഈ ട്രാവലിങ്ങിൻ്റെ ജസ്റ്റ് കുറച്ച് ക്ലിപ്പിങ്സൊക്കെ എടുത്തിട്ടുണ്ടായുള്ളൂ. ഇതിപ്പോൾ സൗദിയിൽ നിന്ന് നെക്സ്റ്റ് നമ്മൾ ഫ്ലൈറ്റ് കയറിയതാണ് കേട്ടോ ഇത് കൊച്ചിയിലോട്ട്. അങ്ങനെ നമ്മളത് കൊച്ചി എത്തിയിട്ടുണ്ട്. മാച്ചിങ് ആണല്ലോ, എല്ലാവരും വൈറ്റ്. നിങ്ങൾ 3 പേരും വൈറ്റ്. ചോക്ലേറ്റ് പൊട്ടിക്കാതെ വായിരുന്നേ. അപ്പോൾ ഇത് നമ്മുടെ ഇവയാണ് കേട്ടോ, എൻ്റെ അനിയൻ്റെ മോളാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങി അടുത്ത് നമ്മളത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മും ഇവയും അവിടെ കൃത്യമായിട്ടുള്ള സംസാരത്തിലാണ്. നമ്മളങ്ങനെ എന്താണേലും വീടെത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണേലും വീടെത്തിയപ്പോൾ ആ ഒരു ക്ലിപ്പിങ്സ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് എന്തോ വീഡിയോ ഒക്കെ എടുക്കാൻ ആ സമയം മറന്നു പോകും. എല്ലാ പ്രാവശ്യം വരുമ്പോഴും ആലോചിക്കാറുണ്ടെങ്കിലും എപ്പോഴും നടക്കാറില്ല. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ വീഡിയോസൊന്നും തന്നെ വേറെ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോസാണ്. അപ്പോൾ ഇത് നമ്മുടെ സിംബയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ തന്നെ നമ്മളായിട്ട് ആൾ നന്നായി ഇണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മൂസ് സിംബയൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ചൂടിൽ നിന്നും രക്ഷപ്പെട്ട് നല്ല തണുപ്പത്തോട്ട്. ഇപ്പോൾ നാട്ടിൽ നല്ല മഴയായതുകൊണ്ട് നല്ല രസമുണ്ട് നാട്ടിലിരിക്കാനൊക്കെ. ചൂടൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാട്ടിലെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.